ദിലീപ് ദേവസ്യ ഈ ഷെഡ് കെട്ടിയത് പിന്നീടാണോ എന്നൊക്കെ അന്വേഷിക്കാം എന്ന് മന്ത്രി പറയുന്നുണ്ട്. പക്ഷേ ഷെഡ് കെട്ടിയോ ഇല്ലയോ എന്നുള്ളതല്ലോ, ഈ വൈദ്യുത ലൈൻ തൂങ്ങിക്കിടക്കുന്നത് മുകളിലത്തെ നിലയിൽ നിന്ന് കുട്ടികൾക്ക് ഇറങ്ങാൻ കഴിയുന്ന തരത്തിലാണ്, അല്ലെങ്കിൽ അത് വേണ്ട രീതിയിൽ ഉയരം ക്രമീകരിച്ചുകൊണ്ടല്ല സ്ഥാപിച്ചിരിക്കുന്നത് എന്നത് വ്യക്തമല്ലേ? നാട്ടുകാരടക്കം അതല്ലേ പറയുന്നത്? ഈ ഷെഡ് കെട്ടിയത് എപ്പോഴാണ്? താഴെയുള്ള ഈ ടാർപോളിൻ വിരിച്ച ഈ ആസ്ബസ്റ്റോസ് ഷീറ്റിട്ട ഷെഡ് കെട്ടിയത് എപ്പോഴാണ്? അതുകൂടി ഒന്ന് അന്വേഷിക്കൂ ദിലീപ്. അസുദിയ, അക്കാര്യത്തിൽ നമുക്ക് നാട്ടുകാരോട് അല്ലെങ്കിൽ ഇവിടുത്തെ ആളുകളോട് നമുക്കൊരു വിശദീകരണം തേടാവുന്നതാണ്. ചേട്ടൻ ഇവിടെ ഉള്ള ആളാണോ? ഈ ഷെഡ് പുതിയ ഷെഡാണോ? അവിടെ വാഹനം പാർക്ക് ചെയ്യുന്നതിന് അത് അറിയത്തില്ല. ഇവിടെ ഉള്ള ആളുകളില്ല അല്ലല്ലേ? ഈ അപകടം കേട്ട് വന്നായിരിക്കും. ഓക്കെ, നിരവധി ആളുകൾ ഇപ്പോൾ ഈ സ്കൂളിലേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ ചില ഉദ്യോഗസ്ഥരൊക്കെ എത്തി. നല്ല ഇത്രയും ഭാഗത്തേ ഉള്ളൂ പലക. മേളി ഒരു സാധനം എറിഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്ത് പോകും. എപ്പുറം പോകും. ഞാൻ വാർഡ് മെമ്പറാണോ? മെമ്പറെ സ്കൂളിൻ്റെ ഒരു അവസ്ഥ കണ്ടല്ലോ. കണ്ടു. ഇല്ലില്ല, വീഴത്തില്ല. ഇവിടെ ഇത് പുതിയതായിട്ട് പണിത ഒരു ഷെഡാണോ? ഇപ്പോൾ പുതിയതായിട്ട് കുറച്ച് നാളായി, വർഷങ്ങൾ 5-6 വർഷമായി കാണും. എങ്ങനെ 90-ലൊക്കെ പഠിച്ച നാൾ തൊട്ടേ ഈ ബിൽഡിംഗ് ഇവിടെ ഉള്ള ഷെഡ് പുതിയതായിട്ടാണ്. ഞങ്ങളൊക്കെ പഠിച്ച കാലത്തേ ഉള്ള ബിൽഡിങ്ങാണ്. KSEB എന്തായാലും ലൈൻ അവിടെ നിന്ന് മാറ്റേണ്ടി അന്ന് അത് മാറ്റേണ്ടതാ. നേരത്തെ അപേക്ഷ നമ്മളല്ലേ കൊടുക്കണ്ടേ? അത് PTA പ്രസിഡന്റ് KSEBയിൽ അറിയിച്ചു എന്നാണ് നമ്മുടെ അടുത്ത് പറഞ്ഞത്. അതൊന്നും ഞങ്ങൾ സാധാരണ ജനങ്ങളുടെ ഒരു വീട്ടുകാരുടെ ആണെങ്കിൽ KSEB അവരെ കൊണ്ട് പോസ്റ്റ് ഇടിയിച്ച് അല്ലെങ്കിൽ അണ്ടർഗ്രൗണ്ട് സിസ്റ്റം കൊടുക്കും. ഇത്രയും കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ അത് ചെയ്യേണ്ടതായിരുന്നു നേരത്തെ തന്നെ. പക്ഷേ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ലല്ലോ, ഇങ്ങനെ സംഭവിച്ച് പോകുമെന്ന്. പക്ഷേ നമുക്ക് ഇതിൽ നിന്ന് ചേച്ചിക്ക് തന്നെ വ്യക്തമാകും, ചിതലടിച്ച പലക വെച്ച് മറച്ച ഒരു സ്ഥലമാണ്. ആൺകുട്ടികളൊക്കെ കളിക്കുന്ന നിൽക്കുന്ന എന്തായാലും ഏതെങ്കിലും ഒരു പരിപാടി നടത്തുന്ന അവിടെ ഓഡിറ്റോറിയത്തിന്റെ ഭാഗമായതുകൊണ്ടാണ് ഇവിടെ ഇത്രയും പൊക്കമുള്ളത്. ക്ലാസ് ടൈം ഉള്ള ക്ലാസ് റൂം വരുമ്പോഴത്തേക്ക് ഒരുപാട് ഉയർച്ച വരുന്നുണ്ട്. അപ്പോൾ ഒരിക്കൽ പോലും ഒരു കുട്ടിക്ക് ഇത് കയറാൻ പറ്റത്തില്ല. ഓഡിറ്റോറിയം ഭാഗമായതുകൊണ്ടാണ് കുട്ടി അത് കയറിയെടുക്കാമെന്ന് വിചാരിച്ച്. ഇവിടെ പൊക്കക്കുറവാണ്. അതാണ് കുറച്ച് പ്രായമുള്ള ആ ചേട്ടൻ പോലും അതിന്റെ മുകളിൽ കയറാൻ പറ്റുന്നതാണ്. ഒരു കൊച്ചുകുട്ടിക്ക് അവിടെ കയറാൻ വലിയ പ്രയാസം ഉണ്ടായില്ല എന്നുള്ളപ്പോൾ നമുക്ക് മനസ്സിലാവുന്നില്ല. ഇല്ല, ഇത് ഓഡിറ്റോറിയം ഭാഗം ആയതുകൊണ്ട്. പക്ഷെ നമ്മൾ ഇത്രയും പ്രതീക്ഷിക്കുന്നില്ലല്ലോ ആ ഒരു സംഭവം. എന്തായാലും വളരെ ദുഃഖമായിപ്പോയി. ഈ ഒരു കുഞ്ഞ് നമ്മുടെ വീട്ടിൽ നിന്ന് കുഞ്ഞിനെ പറഞ്ഞു വിട്ട് തിരിച്ച് കുഞ്ഞ് വീട്ടിൽ ചെല്ലുന്നില്ല. അതൊരു വിഷമമായിപ്പോയി. ഞങ്ങൾ വന്ന് കണ്ടപ്പോൾ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അന്നേരം അതിനെതിരെ പ്രതികരിക്കാനല്ല നമ്മൾ നോക്കുന്നത്, കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാനാണ് എടുത്തുകൊണ്ട് പോകുന്നത്. അങ്ങനെ കൊണ്ടുപോയി അവിടെ ചെന്നപ്പോഴത്തേന് സീരിയസ് ആണെന്ന് ഞങ്ങൾ അറിഞ്ഞു. ഞങ്ങൾ വിളിച്ച് ചോദിച്ചു പറഞ്ഞു. അപ്പോൾ SAയും ഇലക്ട്രിസിറ്റിയും എല്ലാവരും അന്നേരം സമയത്ത് ഉണ്ടായിരുന്നു. ഞാൻ വന്നപ്പോൾ ടീച്ചർ ഇവിടെ നിന്ന് വിറ്റ്നസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. എങ്ങനെ കിട്ടിയത്? ഫിറ്റ്നസ് എങ്ങനെ കിട്ടിയത്? നമ്മളൊക്കെ നല്ല ശ്രദ്ധയുള്ള സ്കൂളായി. ശ്രദ്ധയിൽ ഫിറ്റ്നസ് പറഞ്ഞാൽ ഇതിന്റെ ഈ കെട്ടിടത്തിൽ ഉറപ്പ്. ഇപ്പം ഇത് വന്നതുകൊണ്ടല്ലേ സാറേ ഇങ്ങനെ ഒരു സംഭവം? ഈ മോൻ ചെരുപ്പെടുത്ത് എറിഞ്ഞതുകൊണ്ട് അത് കയറാൻ പോയതുകൊണ്ടാണല്ലോ സംഭവിച്ചു പോയത്. അപ്പോൾ ഫിറ്റ്നസ് ബാക്കി എല്ലാ കെട്ടിടങ്ങളും നോക്കുമ്പോൾ ഫിറ്റ്നസ് ഉണ്ട്. ഈ കെട്ടിടത്തിൻ്റെ ഇച്ചിരി ശോചനീയാവസ്ഥയുണ്ട്, അത് നമ്മൾ പറയുന്നില്ല. ഇത് വർഷങ്ങളായിട്ട് ഞങ്ങളൊക്കെ ഞങ്ങളിവിടെ വരുന്നതിന് മുമ്പ്, ഞാൻ 36 വർഷമായി ഇവിടെ വന്ന്. അതിന് മുമ്പോട്ടുണ്ട്, അതിന് മുമ്പുണ്ട്. ഇവരൊക്കെ ജനിക്കുന്ന കാലം തൊട്ട് 50 വർഷം 50 അല്ലെങ്കിലേ ഉള്ളൂ. ഞങ്ങളുടെയൊക്കെ ഹസ്ബൻഡൊക്കെ ഇവിടെ പഠിച്ചേ. 70-60 വയസ്സുള്ളവരൊക്കെ ഇവിടെ പഠിച്ചേ. 70-80 വർഷത്തിൽ കൂടുതൽ ഇവിടെ 80 അല്ല സാർ, ഇവിടെ പഠിച്ച പ്രസാദ് സാർ ഉൾപ്പെടെ ഇവിടെ പഠിച്ചതാണ്. DCC പ്രസിഡന്റ് പ്രസാദ് സാർ. ഒരുപാട് ഉയർച്ചയുണ്ട്. ചേട്ടാ, ഈ കെട്ടിടത്തിൽ എത്ര പഴക്കം കാണും? എനിക്ക് വ്യക്തമായി അറിയത്തില്ല സാർ. അത് ഞാൻ വേറെ UP സ്കൂൾ വർക്ക് ചെയ്യുക, അപ്പുറത്തടുത്ത് IA UPSൽ വർക്ക് ചെയ്യുക. അറിഞ്ഞു പറഞ്ഞു നമ്മുടെ സ്കൂളിൽ വിളിക്കുന്ന രക്ഷകർത്താക്കൾ ആരാ മരിച്ചത്, നമ്മുടെ സ്കൂളിലാണോ എന്ന് ചോദിച്ചു. അതുപോലെ സാഹചര്യം നേരിട്ട് ബോധ്യപ്പെട്ടിട്ട് മറുപടി കൊടുക്കാൻ വേണ്ടി വന്നതാണ്. തെങ്ങൊടിഞ്ഞൂണ് അപകടം പറ്റിയ എൻ്റെ മോനെ ഏറ്റവും കൂടുതൽ അപകടം പറ്റിയത്. എന്നിട്ട് ഒരു അധികാരികളും അതിനൊന്നും കണ്ടില്ല. ഞാൻ ഏത് വർഷം എത്രയായിരുന്നു നമ്മൾ? അല്ല, 13 വർഷത്തിൽ മേളായി. ഒരു സുരക്ഷ ഒന്നും ചെയ്തില്ല, ആരും ഒന്നും ചെയ്തില്ല. ഒരു അധികാരികളെ ഞാൻ കണ്ടില്ല. അതിൻ്റെ അപ്പുറത്തെ ബിൽഡിങ്ങിലാണ് ഇത് സംഭവിച്ചേക്കുന്നത്. ഇപ്പം അതാ വേണ്ടുന്നത്. അത് നേരത്തെ ഇവിടെ കേബിൾ എല്ലായിടും ഉണ്ട്. ഈ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂളിൽ കേബിളാക്കി വിടാമെന്നോ? ഇത് കേബിളാക്കി ഇത്ര അപകടം പറ്റുമോ? ബാക്കിയുള്ളതെല്ലാം കേബിൾ വരിക്കുമല്ലോ. അവർ ആവശ്യമില്ലാത്ത കിഴക്കെല്ലാം കൊണ്ടിട്ട് വരച്ചിട്ടുണ്ട്. ഇവിടെ വരച്ചിട്ടില്ല ഇതുവരെ കേബിൾ. ആ കുഞ്ഞുങ്ങൾ പഠിക്കുന്നിടത്ത് കേബിൾ വലിക്കണം. മകൻ പഠിക്കുമ്പോൾ അതേ അവസ്ഥ തന്നെയാണ്. അതേ അവസ്ഥ തന്നെ ഇപ്പോഴും കിടക്കുന്നത്. ഒരു മാറ്റവും ഇല്ല, യാതൊരു മാറ്റവും ഇല്ല. ഞാൻ പഠിച്ചത് ഇതിനകത്ത് തന്നെ, ഞാനും ഇതിനകത്ത് തന്നെ പഠിച്ചത്. നമ്മുടെ ഒരു കുഞ്ഞാണ് പോയേക്കുന്നത്. ഏറ്റവും കൂടുതൽ പ്രയാസമുണ്ട് നമുക്ക്, നമ്മുടെ കുഞ്ഞ് പോയതിനകത്തുള്ള.
എൻ്റെ കുഞ്ഞിന് ഏറ്റവും കൂടുതൽ അപകടം ഇവിടെ പറ്റുക അവൻ്റെ നട്ടൽ ഇപ്പോഴും ഇവിടെ ഇങ്ങനെ ഓപ്പറേഷൻ ചെയ്ത് വെച്ചേക്കുക. അവന് നല്ലോണം നടക്കാൻ പോലും ഒക്കത്തില്ല. എന്നിട്ട് ഈ അധികാരികളെല്ലാം ഞാൻ കംപ്ലയിൻറ്റ് ചെയ്തിട്ട് ഒരു കുഞ്ഞു പോലും നോക്കിയില്ല. ഇവിടെ സാറന്മാർ പിന്നെ തിരിഞ്ഞു നോക്കിയില്ല. ഹെഡ് മാഷ് അന്നിരുന്ന് സുജിയ ഓരോ ഇതിൻ്റെ അകത്ത് ഒരു വേറെ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ പോയ ജീവൻ പൊലിഞ്ഞു, അത്ര മാത്രമേ ഉള്ളൂ. ഈ KCB ജോലിക്കാരായാലും ബാക്കിയുള്ള അധികാരികളായാലും ഇതിനൊന്നും നടപടികളൊന്നുമില്ലല്ലോ. കൂടി വന്നാൽ സസ്പെൻഷൻ, അല്ലെങ്കിൽ സ്ഥലം മാറ്റി വേറെ എവിടേക്കും ആളിനെ മാറ്റി നല്ല വേറെ പ്രയോജനമൊന്നുമില്ല. ഈ കാണുന്ന പലക ഇരിക്കുന്നത് ഇത് എന്തുകൊണ്ട് ഇരുമ്പാക്കാൻ പറ്റാത്തത്? സ്കൂളിന് അതിനുള്ള ഫെസിലിറ്റി കാര്യങ്ങളെല്ലാം ഉണ്ട്, ഫണ്ടുകളും ഉണ്ട്. സ്കൂളെല്ലാം നല്ല രീതിയിൽ ഫണ്ടുകൾ ചിലവാക്കിയാണ് സ്കൂളുകളെല്ലാം ഹൈടെക് ആക്കുവാണെന്നാണ് പറയുന്നത്. പക്ഷേ ഈ സ്കൂൾ കണ്ടിട്ട് ഹൈടെക് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ആർക്കും തോന്നുന്നുണ്ടോ? ഇതിൻ്റെ അകത്ത് ആ കണക്കുന്ന പലക ഒരു വർഷം കൂടുമ്പോൾ തട്ടി ഇളകി പോകുന്നതാണ്. ഇത് പണ്ടത്തെ നമ്മുടെ ഓലപ്പുര താമസിക്കുന്ന ആൾക്കാരായിരുന്നു അന്നും ഇതേപോലെയുള്ള ഇതിൽ നിൽക്കുന്നത്. ഇപ്പോൾ ഗ്രില്ല് മേടിച്ചടിക്കാം. അപ്പുറത്ത് ഷീറ്റാണ്, ഈ വേണ്ട ഷീറ്റില്ല. ഇതിനെ മണ്ടയ്ക്കുന്ന ഒരു കുഞ്ഞ് താഴെ വീണാലും എന്ത് ചെയ്യും? ഇപ്പം പോർച്ചിനുള്ള ഷീറ്റ് ചെയ്യുന്നില്ല. ഓൾറെഡി അവിടുത്തെ താഴ്ച തോട്ടി കൊണ്ട് തട്ടിയാൽ പോലും ലൈനിൽ ടച്ച്. നമ്മൾ ലൈൻ കമ്പിയുടെ കാര്യം ഓക്കെ, ലൈൻ കമ്പി നമുക്ക് വിട്ടേരെ, എന്നാൽ പോലും നമുക്ക് അവിടുത്തെ ഹൈറ്റ് താപ്പോട്ടുള്ള ഹൈറ്റ് ഓക്കെ. അങ്ങനെ ഒരു 10 അടി മേടി ഹൈറ്റ് ഉണ്ട്. ഇതിനെ മണ്ടയ്ക്കുന്ന ഒരു കുഞ്ഞ് താഴെ വീണാൽ എന്ത് സംഭവിക്കും? ലൈൻ കമ്പി സെക്കൻഡ് ഓപ്ഷനാണ്. ആ ലൈൻ കമ്പി വേണമെങ്കിൽ കേബിളാക്കാവുന്ന കേസുകളേ ഉള്ളൂ. പക്ഷേ ഇവരാരും ചെയ്യുന്നില്ല. ഈ ചേട്ടൻ പറഞ്ഞത്, അതായത് ആ ഗ്യാപ്പിൽ കാണുന്ന ഭാഗത്തു കൂടെ ഒരു കുട്ടി വീണാൽ എന്ത് സംഭവിക്കും എന്നുള്ള ചോദ്യമാണ്. അതൊരു ന്യായമായ ചോദ്യം തന്നെയാണ്. പക്ഷേ അതിനുവേണ്ട ഒരു സുരക്ഷയും ഇവിടെ ഒരുക്കിയില്ല എന്നുള്ളതാണ്. ഈ വഴികളിലൂടെ, അതായത് ഈ ഗ്യാപ്പിലൂടെ ഒരു കുട്ടി താഴേക്ക് വീണാൽ. ദിലീപ് തുടരുക. ദിലീപ് ഇപ്പോൾ ആ സ്കൂളിന്റെ അവസ്ഥ എന്താണ് എന്നത് കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ്.